കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ മുമ്പാകെ പകരുവിൻ. എല്ലാ കാലത്തും ഏത് കാലഘട്ടത്തിലും ഏത് പ്രയാസസന്ധിയിലും പ്രതികൂലങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്കിടയാവണം. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ നമ്മുടെ കണ്ണ് നമ്മുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവിടുന്ന് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിപ്പാൻ ഇടയാവണം. എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തണം. ഇത് ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പൗലോസിനെ ഒക്കെ നമ്മുടെ അടുത്ത് നോക്കണം, സ്തേഫാനസിനെ നോക്കണം. ശാരീരിക വേദനകൾ ശക്തമായി അനുഭവിക്കുമ്പോഴും നോക്കേണ്ടവൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. സ്തോത്രം. എത്രയോ തവണ സഹോദരങ്ങളെ സാത്താൻ കാതും പോലെ നമ്മളെ പാറ്റിക്കളയാൻ നോക്കിയ സ്ഥാനത്ത് നമ്മുടെ വിശ്വാസം പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം അത് വിട്ടുകൊടുത്തില്ല. നാം ക്ഷീണിച്ച് തളർന്ന് വേദനിച്ചിരുന്നപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരം നമ്മളെ താങ്ങി. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ശബ്ദം, ഞാനാകുന്നവൻ എന്ന് പറഞ്ഞ ശബ്ദം, ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ പുറത്തു കൊണ്ടുവന്ന ദൈവിക ആലോചന, എൻ്റെ കൈ നീട്ടിയിരിക്കുന്ന മുൻപോട്ട് പോകാൻ പറഞ്ഞ ശ്രേഷ്ഠകരമായ ആ ധ്വനി ഒക്കെ എത്രയോ തവണ നമ്മളെ കേൾപ്പിച്ചു. മറന്നുപോകരുത്. വചനത്തിൻ്റെ ചില ഏടുകൾ നമ്മളെ ബലപ്പെടുത്തിയത് മറന്നുപോകരുത്. ആവർത്തിച്ചു പറയുന്നു, വേദനപ്പെട്ടിരുന്നപ്പോൾ ഞാൻ നിൻ്റെ ദൈവമാണ്, എൻ്റെ കരം കൃതായിപ്പോയോ എന്ന് അവിടുന്ന് വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചില്ലേ? ചില പാട്ടുകൾ നമ്മളെ ബലപ്പെടുത്തിയില്ലേ? താങ്ങും കരങ്ങളുണ്ട് എന്ന് പറഞ്ഞ എത്രയോ സമയങ്ങൾ ഇന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് തയ്യാറാകാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. വിശ്വാസത്താൽ ജീവിക്കണം. ഏത് സാഹചര്യത്തിലും ദൈവവചനത്താൽ ജീവിക്കണം. ആത്മാവിൽ ജീവിക്കണം. പ്രതിസന്ധികളെ ജയിക്കാൻ നമുക്ക് കഴിയും. പ്രലോഭനങ്ങളെ ജയിക്കാൻ കഴിയും. ഒന്നിനും നമ്മളെ തൊടാൻ പറ്റില്ല. ഉറപ്പോടെ നിൽക്കുന്നവരെ തൊടാൻ, പ്രത്യാശയുള്ളവനെ തൊടാൻ, പ്രതീക്ഷയുള്ളവനെ തൊടാൻ ലോകത്തിലൊരു ശക്തിയും ദൈവം അനുവദിക്കത്തില്ല. അവിടെയാണ് പ്രഖ്യാപിക്കേണ്ടത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ പിന്മാറത്തില്ല. മുൻപോട്ട് തന്നെ ചില പ്രതിസന്ധികളെ കണ്ട്, എതിർപ്പുകളെ കണ്ട്, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എതിർപ്പ് വരും. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും സഹിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തെ രക്തവും ആ തുള്ളി രക്തവും ഊറ്റിത്തന്നില്ലേ? അവിടുത്തെ തിരുശരീരം കീറി മുറിക്കപ്പെട്ടില്ലേ? പച്ച മാംസം വലിച്ചു കീറിയല്ലേ എടുത്തത്? വലിയ മുള്ളുകൊണ്ട് അടിച്ച് തലയ്ക്കകത്ത് കയറ്റിയില്ലേ? നിരത്തിലൊടുത്ത് വലിച്ചിഴച്ചില്ലേ? രണ്ട് ചെകിടത്തും മാറി മാറി അടിച്ചില്ലേ? മൂട്ടുകൊണ്ട് മുതുക് ചവിട്ടി പൊളിച്ചില്ലേ? മുഖം തുപ്പലിനും നിന്നയ്ക്കും അപമാനത്തിനും ഏൽപ്പിച്ചു കൊടുത്തില്ലേ? കണ്ടാൽ ആളറിയാതെ വണ്ണം ഒരു മനുഷ്യനാണോ എന്ന് തോന്നണം. അവിടുത്തെ രൂപം വിരൂപമായില്ലേ? രജകുമാരനായവൻ, സൃഷ്ടിയുടെ മണിമകുടമായിരുന്നവൻ, ആളറിയാതെ വണ്ണം വിരൂപമായി തീർന്ന ആ പങ്കപ്പാടുകൾ, സഹിച്ച വേദനകൾ ഓർക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചില നിന്ദകളോ
ആക്ഷേപങ്ങളോ ചില കുത്തുവാക്കുകളോ കേട്ടാൽ എന്തിനു ക്ഷീണിക്കുന്നു? സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം ഓർക്കുമ്പോൾ പൗലോസ് പറയുന്നു, എനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല, ഞാനിതിനെയൊക്കെ ജയിക്കും. ഈ ഒരു അധികാരം നമ്മുടെ അകത്ത് എല്ലാ നാളും ഉണ്ടാകാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായ ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. സംഖ്യാപുസ്തകം 15-5 വാക്യം, ഞാൻ തിരഞ്ഞെടുത്തവൻ്റെ വടി തളർക്കും, ഇങ്ങനെ ഇസ്രയേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. നമുക്കറിയാം, മോശയ്ക്കും അഹരോനുമെതിരെ ഇസ്രയേൽ മക്കൾ പിറുപിറുത്തു. ദൈവം മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ വടി എടുക്കണം. ഓരോരുത്തൻ്റെ വടിമേൽ അവനവൻ്റെ പേരെഴുതണം. എന്നാൽ ലേവിയുടെ വടിയുടെ മുകളിൽ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ അവയെ കൊണ്ടുവെക്കണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തവൻ്റെ വടി തളർക്കും, ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്ന പിറുപിറുപ്പ് ഞാൻ നിർത്തലാക്കും. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവനെതിരെ, ആരാധിക്കുന്നവനെതിരെ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവനെതിരെ കാരണം കൂടാതെ പിറുപിറുക്കുന്ന, അവൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വിലയിടുന്ന, ഒതുക്കുവാൻ നോക്കുന്ന ശക്തികളെ കണ്ട് നിങ്ങൾ പ്രതികരിക്കേണ്ട. ദൈവം ചില അടയാളം ചെയ്യുന്നു. ചില കുടുംബങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് ഇറങ്ങി, പക്ഷെ ശക്തമായ വെല്ലുവിളികളുണ്ട്, തിരിച്ച് പ്രതികരിക്കേണ്ട. ദൈവം ചില അടയാളം നൽകാൻ പോകുക. പ്രാർത്ഥിക്കുന്നവൻ ആരാണ്? പ്രൈസ് ഗോഡ്. ആരാധിക്കുന്നവൻ ആരാണ്? വിശുദ്ധൻ ആരാണ് എന്ന് ദൈവം തെളിയിക്കാൻ പോകുക. നമ്മൾ തെളിയിക്കേണ്ട. നമ്മൾ മൗനമായിരുന്ന് ദൈവം പറയുന്നത് ചെയ്യാൻ തയ്യാറാകൂ, പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ, വിശ്വസ്തനായിരിക്കൂ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കൂ. ദൈവം ചിലത് ദേശത്ത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ ചെയ്തു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിൻ്റെ അടുത്ത ഭാഗം നോക്കൂ. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവർ സകല പ്രഭുക്കന്മാരോടും ഗോത്രത്തോടും ഗോത്രം ഗോത്രമായി വരികയും നിങ്ങൾ 12 വടി അവൻ്റെ പക്കൽ കൊടുക്കുകയും ചെയ്യാൻ പറഞ്ഞു. പിറ്റന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗോത്രത്തിനുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കഴിച്ചിരിക്കുന്നു. മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത ഇസ്രയേലിന്റെ അടുക്കിലേക്ക് വടികളുമായി വന്നു. ഓരോരുത്തൻ തന്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. അഹരോന്റെ വടി ഒറ്റ രാത്രിയുണ്ട്. ബാക്കി 11 വടിയും അതുപോലെ ഇരുന്നപ്പോൾ, പ്രൈസ് ദ ലോർഡ്, ദൈവം തിരഞ്ഞെടുത്തവൻ ആരാണ്? ദൈവം കണ്ടവനാരാണ്? വിളിച്ചവനാരാണ് എന്ന് നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ, ദേശത്ത്, ചർച്ചിനകത്ത് ദൈവം വെളിപ്പെടുത്തും. തിരഞ്ഞെടുത്തവനാരാണ്? ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. തിരഞ്ഞെടുത്തവനെ ദൈവം അറിയിക്കാൻ പോകുന്നു. ദൈവം അവനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവം അവനെ പ്രസിദ്ധമാക്കാൻ പോകുന്നു. നമുക്കറിയാം, മണ്ണ് വേണം, വെള്ളം വേണം, ഒരു വടി കുത്തി നിർത്തി വളം വേണം. ഇത് പുറത്തു വന്ന് പൊട്ടിക്കിളർക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. 10-15 വർഷം എടുക്കണം ഒരു ബദാം ഫലം പുറത്തു വരാൻ. എന്നാൽ മണ്ണിൻ്റെയോ വെള്ളത്തിൻ്റെയോ വളത്തിൻ്റെയോ ഗന്ധമില്ലാതെ
അഭിഷേകമുള്ളവന്റെ വടി, നിയോഗമുള്ളവന്റെ വടി, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വാക്കനുസരിച്ചവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതമായി മാറുക. ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് പിറ്റേ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് ചില അടയാളങ്ങൾ ദൈവം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, വചനം വിളിച്ചു പറയുന്നവരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ, നിങ്ങൾ അവിശ്വസിക്കരുത്, നിങ്ങൾ സംശയിക്കരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസിക്കുന്നവർ ഈ ദൂതിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കാണ്, അല്ല, നിങ്ങളെ ദേശത്ത് ദൈവം അടയാളമാക്കും. എന്നിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വരുമ്പോൾ വളരെ ശക്തമായി ഇതൊരു ജ്ഞാപകമായി ദൈവം പറഞ്ഞ് സൂക്ഷിച്ചു വെക്കണം. എല്ലാ തലമുറകളും ഇതറിയണം. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, അടുത്ത ഭാഗം എബ്രായ ലേഖനം 9-ാം അധ്യായം നോക്കൂ. അതിൽ പൊന്നുകൊണ്ട് ധൂപകലശവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളുത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും. കണ്ടോ, ഈ വടി, തളുത്ത വടി, സമാഗമന കൂടാരത്തിനകത്ത്, നിയമപ്പെട്ടകത്തിനകത്ത് കൊണ്ടുവന്നു. കാരണം ദൈവം ഉപയോഗിക്കുന്നവനെ ആരാണ് മാറ്റി നിർത്തുന്നത്? ദൈവം ഉപയോഗിക്കുന്നവനെ അകത്ത് കൊണ്ടുവരുന്ന ദൈവം ഉപയോഗിക്കുന്നവനെ മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ, മറ്റുള്ളവർ വിരൽ ചൂണ്ടുമ്പോൾ അവനെ അകത്ത് ശ്രേഷ്ഠകരമായിടത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടുക. വിശുദ്ധന്മാരുടെ കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന 6 കൽപാത്രങ്ങളെ വക്കോളം നിറച്ച് അകത്തേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഇടത്ത് അകത്തേക്ക് കൊണ്ടുവരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഇതൊരടയാളമായി മാറാൻ പോകുക. മത്സരിക്കുന്ന ചിലർക്ക്, ചോദ്യം ചെയ്യുന്ന ചിലർക്ക്, പുച്ഛിക്കുന്ന ചിലർക്ക് തൻ്റെ ജനം ഒരടയാളമാകാൻ പോകുക. ദൈവം അത് ചെയ്യുന്ന പകൽ വിശ്വസിക്കുക, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ, പരിശുദ്ധാത്മ നിങ്ങളെ ടച്ച് ചെയ്യുക. നിങ്ങളെ ഒതുക്കുന്ന, രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന, എത്ര വർഷം കഴിഞ്ഞാലും ഒരു വിടുതൽ വരത്തില്ലെന്ന് പറയുന്ന നിങ്ങൾക്ക് ദൈവം ഒരു അടയാളം നൽകാൻ പോകുക. നിങ്ങളെ അകത്ത് മാനിക്കാൻ പോകുക. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ, ചർച്ചക്കാരുടെ ഇടയിൽ ദൈവ മഹത്വം ഇറങ്ങുന്നു. സഹോദര, സഹോദരി, കുഞ്ഞെ, ഈ പകൽ ഈ ദൂത് വിശ്വസിക്കുക. ഉണങ്ങിയതായിരിക്കാം നിന്റെ വടി, പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം ചെയ്യാൻ, അതിനെ തളിർപ്പിക്കാൻ, ഫലം കായ്പിക്കാൻ, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ നിന്നെ ദൈവം സെലക്ട് ചെയ്താണ്, നിന്നെ ദൈവം കണ്ടതാണ് എന്ന് ദൈവത്തിന് വ്യക്തമായി ദേശത്ത് വെളിപ്പെടുത്തണം. നിന്റെ കുടുംബക്കാരുടെ ഇടയിൽ വെളിപ്പെടുത്തണം. ഈ ദൂതേറ്റെടുക്കാൻ ആര് തയ്യാറുണ്ട്? സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിലവർ ശക്തരാകട്ടെ. മത്സരിച്ച് കുറ്റം പറഞ്ഞ് തകർക്കാൻ നോക്കുന്ന, വിധി എഴുത്ത് കൊണ്ടുവരുന്ന, മുൻവിധി കൊണ്ട് ജനത്തെ തകർക്കുന്ന, രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന ചില ഇടത്ത് ഒറ്റ രാത്രി കൊണ്ട് വിടുതൽ വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു, ബലം വ്യാപരിക്കുന്നു, ജനം എഴുന്നേൽക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അസാധാരണമായ ദൈവപ്രവൃത്തി ചില ശരീരത്തിന്മേൽ, ചില തലമുറകളുടെ മേൽ ഇന്ന് പകൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ സഹോദരങ്ങളെ, ധൈര്യത്തോടെ അവിടുത്തെ മുൻപാകെ ചെല്ലോ. ജീവനുള്ള ദൈവം നമ്മുടെ മധ്യം ഉണ്ടെന്ന്, ദൈവം നമ്മുടെ ഇടയിലുണ്ടെന്ന് അനേകർക്ക് ദൈവം തെളിയിക്കാൻ പോകുക. രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്ന, വാക്കുകൊണ്ട് നിന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കുന്ന ചിലരെ അടുത്ത് നീ ഒതുങ്ങിപ്പോകത്തില്ല. ദൈവം നിന്നെ ഒറ്റ രാത്രി കൊണ്ട് പുറത്തു വരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.